നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ CPM-ന്റെ 10 സിറ്റിംഗ് MLA-മാരും മത്സരിക്കും. ജില്ലാ സെക്രട്ടറി വി ജോയി വർക്കലയിൽ വീണ്ടും ജനവിധി തേടും. ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. തിരുവനന്തപുരവും കോവളവും ഏറ്റെടുക്കണമെന്ന ആവശ്യവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. വി ജോയി മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ ജില്ലാ സെക്രട്ടറി വരും. ഫസ്റ്റ് ഓൺ ന്യൂസ് 18. ഏതായാലും 10 സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തെ 10 സ്ഥലങ്ങളിലും CPM-ന്റെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലമുണ്ട്. സിറ്റിംഗ് MLA-മാർ മത്സരിച്ച് ആ സീറ്റുകളെല്ലാം വീണ്ടും ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്നാണ് മനസ്സിലാകുന്നു. പുതിയ ആളുകൾ എത്തുക എന്നുള്ളത് ഈ സാഹചര്യത്തിൽ അത്ര സേഫ് അല്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അത്തരത്തിൽ തീരുമാനം. VV അരുണ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു, അത് പൂർണ്ണമായും പരിഹരിച്ചു. സിറ്റിംഗ് MLA-മാരെല്ലാം കളത്തിലുണ്ടാവും അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ധാരണ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയത്. നേതാക്കളുടെ അഭിപ്രായ പ്രകാരമുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നു. ഇത് സംസ്ഥാന നേതൃത്വത്തിന് വൈകാതെ കൈമാറും. ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ യോഗങ്ങളിൽ ഈ തിരുവനന്തപുരത്തുള്ള പട്ടിക അവതരിപ്പിക്കും. കാര്യമായ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. 13 സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് തിരുവനന്തപുരത്ത് ഉള്ളത്. അതിൽ തന്നെ 10 CPM-ന്റേതാണ്. അവിടെ 10 ഇടങ്ങളിലും നിലവിലെ MLA-മാരെ മത്സരിപ്പിക്കാനാണ് CPM-ന്റെ ഈ ഘട്ടത്തിലെ ആലോചനയും തീരുമാനവും. നേമത്ത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. വി ശിവൻകുട്ടി മത്സരിക്കും. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് പൊതുതെരഞ്ഞെടുപ്പിൽ 2021 പൊതുതെരഞ്ഞെടുപ്പിലും വിജയിച്ച VK പ്രശാന്ത് വീണ്ടും ജനവിധി തേടും. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന സമിതി അംഗമാണ്. കടകംപള്ളിക്കെതിരെ സ്വർണ്ണ കൊള്ള അടക്കം പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണങ്ങളുണ്ട്. ഒരു തവണ അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്തതുമാണ്. പക്ഷേ അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം. കടകംപള്ളി ഇല്ലെങ്കിൽ ആ മണ്ഡലം വിജയിക്കുക എളുപ്പമല്ല. വി മുരളീധരൻ BJP-യുടെ പ്രധാനപ്പെട്ട നേതാവാണ് അവിടെ BJP സ്ഥാനാർത്ഥിയെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ട് നിലനിർത്താനാകും. ഈ എല്ലാ വിവാദങ്ങളെയും മറികടന്ന് അവിടെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ CPM പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പാറശാലയിൽ CK ഹരിജൻ തുടർച്ചയായ 2 തവണ MLA ആയ ആളാണ്. ജനകീയനായ നേതാവാണ്. കാട്ടാക്കട IB സതീഷ് UDF-ന്റെ നേതാവാണ്. IB സതീഷ് വീണ്ടും മത്സരിക്കും. അരുവിക്കരയിൽ G സ്റ്റീഫൻ കോൺഗ്രസിന്റെ യുവനേതാവ് K ശബരിനാഥിനെ തോൽപ്പിച്ച് കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുത്ത നേതാവാണ് G സ്റ്റീഫൻ അവിടെ വീണ്ടും മത്സരിക്കും. വാമനപുരത്ത് BK മുരളി തുടർച്ചയായ 3-ാം തവണയും ജനവിധി തേടും. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. വർക്കലയിൽ വി ജോയ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇനി മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന സൂചനകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ജോയി ഇല്ലെങ്കിൽ ആ മണ്ഡലം വിജയിക്കുക നേതൃത്വം എളുപ്പമല്ലെന്ന് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവിടെ വി ജോയിയെ വീണ്ടും മത്സരിപ്പിക്കുന്നു. വാമനപുരത്ത് DK മുരളിയോ ജോയിയോ ഇതിൽ ഒരാൾ മത്സരിച്ചാൽ മതിയെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ ഉയർന്ന ചർച്ചകൾ. രണ്ടുപേരും സംസ്ഥാന സമിതി അംഗങ്ങളാണ്. ഒരാൾ ജില്ലാ സെക്രട്ടറി ആകണം, മറ്റേയാൾ മത്സരിക്കട്ടെ നിലപാടായിരുന്നു. പക്ഷേ ഈ 2 മണ്ഡലങ്ങളും നിലനിർത്തണമെങ്കിൽ 2 MLA-മാരും തന്നെ വേണമെന്ന അഭിപ്രായത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും മത്സരിക്കും. അപ്പോൾ CPM-ന്റെ പുതിയ ജില്ലാ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടെത്തേണ്ടി വരും. വൈകാതെ ആ നടപടികളിലേക്കും CPM കടക്കും. ആറ്റിങ്ങലിൽ OS അംബികയാണ് CPM-ന്റെ നിലവിലെ MLA. അംബിക തന്നെ അവിടെ വീണ്ടും മത്സരിക്കും. അവിടെ മുൻ MLA B സത്യന്റെ പേരൊക്കെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ അംബിക തന്നെ മത്സരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇല്ലെങ്കിൽ മറ്റൊരു ജില്ലയിൽ മറ്റൊരിടത്തും വനിതാ സ്ഥാനാർത്ഥി CPM ഇല്ലാതെ പോകും. അംബിക വരുമ്പോൾ വനിതാ പ്രാതിനിധ്യം അവിടെ ഉറപ്പിക്കാം. ആറ്റിങ്ങൽ CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ അവിടെ BJP വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതൊരു ആശങ്ക CPM-നുണ്ട്. അവിടെ കോൺഗ്രസ് മിത്രം വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ ആറ്റിങ്ങലിൽ പക്ഷേ അപ്പോഴും അംബിക തന്നെ മതി എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ 10 മണ്ഡലങ്ങളിലും സിറ്റിംഗ് തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ 10 മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ആന്റണി രാജു MLA ആയിരുന്ന സീറ്റാണ്. അദ്ദേഹം ഇപ്പോൾ തൊണ്ടിമുതൽ കേസിൽ അയോഗ്യനായി പുറത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് CPM ഏറ്റെടുക്കാൻ ഏറെക്കുറെ ധാരണയായിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി യോഗത്തിൽ അത് സംബന്ധിച്ച ആവശ്യം ഉയർന്നു വന്നു. തിരുവനന്തപുരം ഏറ്റെടുക്കണമെന്ന ആവശ്യം അത് ഏറെക്കുറെ അങ്ങനെ തന്നെ സംഭവിക്കാം. തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുകയും അവിടെ പ്രധാനപ്പെട്ട നേതാവിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. TM തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കളുടെ പേര് അവിടെ സജീവ ചർച്ചയിലാണ്. പക്ഷേ ഇന്നത്തെ സെക്രട്ടറി
സെക്രട്ടറി യോഗത്തിൽ സംബന്ധിച്ച് തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന സമിതിയും ഒക്കെയാണ്. അതുകൊണ്ട് അതിൽ തീരുമാനമുണ്ടായിട്ടില്ല. പക്ഷേ അവിടെ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്ന അഭിപ്രായം CPM-ന്റെ ജില്ലാ നേതൃത്വത്തിൽ ശക്തമാണ്. മറ്റൊന്ന് കോവളം മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 13 മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നപ്പോൾ കോവളം മാത്രമാണ് കൈവിട്ടത്. കഴിഞ്ഞ തവണ തന്നെ അവിടെ CPM സീറ്റ് ഏറ്റെടുത്തെങ്കിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ CPM ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നീലലോഹിതദാസൻ നാടാറാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹം ജനതാദൾ എസിൻ്റെ നേതാവായിരുന്നു അന്ന്. ഇന്ന് അദ്ദേഹം RJD-യിലാണ്. ഇത്തവണ ആ സീറ്റ് CPM ഏറ്റെടുക്കണമെന്ന അഭിപ്രായം ശക്തമായി തന്നെ ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു വന്നു. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമെന്ന് കരുതാനാകില്ല. കാരണം ജനതാദൾ സെക്യുലർ ജനതാദളാണ് ഇപ്പോൾ ആ സീറ്റ് കൈവശം വച്ചിരിക്കുന്നത്. അവർ സ്വാഭാവികമായും ആ സീറ്റ് അവർക്ക് തന്നെ നിലനിർത്താൻ ആവശ്യപ്പെടും. അങ്ങനെയെങ്കിൽ അത് എളുപ്പമാകില്ല. ഏതായാലും തിരുവനന്തപുരം സെൻട്രലും അതുപോലെ തന്നെ കോവളവും ഏറ്റെടുക്കണമെന്ന ആവശ്യം CPM ജില്ലാ സെക്രട്ടറി ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം അതിൽ നിർണായകമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 10 MLA-മാരും ജില്ലാ സെക്രട്ടറിയും മന്ത്രി V. ശിവൻകുട്ടിയും അതുപോലെ തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെ 10 സിറ്റിംഗ് MLA-മാരെയും CPM വീണ്ടും മത്സരിപ്പിക്കും. അതുതന്നെയാണ് ജില്ലാ സെക്രട്ടറി യോഗത്തിലുണ്ടായ അഭിപ്രായം. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയോടുകൂടി അവരുടെ അംഗീകാരത്തോടു കൂടിയാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. അതാണ് സാഹചര്യം. ഏതായാലും തിരുവനന്തപുരത്ത് സിറ്റിംഗ് MLA-മാർ സംസ്ഥാന തലത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. സിറ്റിംഗ് MLA-മാർ എല്ലാവരും 10 സ്ഥലങ്ങളിലും മത്സരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. അപ്പം കോവളവും തിരുവനന്തപുരം സെൻട്രലും അടക്കം ഏറ്റെടുക്കാനുള്ള നീക്കവും CPM മുന്നോട്ട് വെക്കുന്നു. ഏത് വിധേനയും ജയം അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.